ദിലീപേട്ടൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ നേരത്തെ പറഞ്ഞു എപ്പോഴും മോളെ വഴക്ക് പറഞ്ഞിട്ടേ ഇല്ല. വഴക്ക് പറയുമ്പോ ഇപ്പൊ മീനുട്ടി വിളിക്കുമ്പോ തന്നെ ആൾക്കറിയാം. അതാണ് ആ വിളിയിൽ അവർക്കറിയാം. ആകാരച്ചണ്ടിയില് നമ്മള് കുഞ്ഞുങ്ങള് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പറയേണ്ട രീതിയിൽ നമ്മൾ സ്നേഹം കൊണ്ട് ഇതാക്കുന്നില്ല. കാരണം നമ്മൾ ആ പ്രായം കഴിഞ്ഞു വന്നതാണ്, നമ്മൾ എന്താഗ്രഹിച്ചു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പിന്നെ ചില കുട്ടികൾക്ക് ശാസിച്ചാലേ ശരിയാവുള്ളൂ എന്നുള്ള ആംഗിളുകളുണ്ട്. ചിലർക്ക് സ്നേഹമാണ് ആയുധം, ചിലർക്ക് വടിയാണ് ആയുധം. അങ്ങനെ പല പല ആംഗിളുകളുണ്ട്. എല്ലാവർക്കും ഇപ്പം അടയ്ക്കാമരത്തിന് തെങ്ങിന് ഒരു തിളപ്പ് വെച്ചാലും കാര്യം നടക്കില്ല. അത് കുട്ടികളുടെ ക്യാരക്ടർ പഠിച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. പിന്നെ നമുക്ക് താല്പര്യമില്ല തല്ലാൻ എന്നുള്ളതുള്ളൂ. പക്ഷേ ഒരു തല്ലെവിടെയോ തടപ്പുണ്ടെന്ന് അറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറവുകൊണ്ട് മോശമായി വരണ്ട എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ട്. അതെപ്പോഴാണ് ഒരടിക്ക് അത് എപ്പോഴാണ് വീഴാന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആസ് ഇറ്റ് ഈസ് നല്ല കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ദിലീപേട്ടന് ഹോട്ടൽ ഭക്ഷണമൊക്കെ ഇഷ്ടമാണോ? പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഹോട്ടൽ ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ദിലീപേട്ടൻ്റെ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞാൻ ദിലീപേട്ടൻ്റെ ദേപ്പൂട്ടില് സ്ഥിരം പോണ ഒരു എപ്പോഴും പോണ ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണും. ഇപ്പോഴും ഞാൻ ഒരു 2 ദിവസം മുമ്പേ പോയതേ ഉള്ളൂ. അല്ല, അത് വലിയൊരു ദൈവാനുഗ്രഹം വെച്ചാൽ ഒരുപാട് സെലിബ്രിറ്റീസ് തന്നെ അവിടെ പോകുന്നു. അപ്പോൾ എനിക്ക് അപ്പം തന്നെ വാട്സപ്പിലൊക്കെ ഇവർ മെസ്സേജും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നു. ശരിക്കും നിങ്ങളെപ്പോലുള്ള ആളുകൾ അവിടെ വരുന്നതാണ് അതിൻ്റെ വളർച്ച. അതിന് പ്രത്യേക താങ്ക്സ്. സുലൈമാനി സൂപ്പറാ. എൻ്റെ മോൾക്ക് എന്താ ഇഷ്ടം. അവളെപ്പോഴും പറയും അമ്മ പ്ലീസ് അമ്മ സുലൈമാനി ദേപ്പൂട്ടി പോവാ ദേപ്പൂട്ടി പോവാ. അത് കുറച്ച് നാളല്ലേ ആയുള്ളൂ തുടങ്ങിയപ്പോ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ റെഗുലർ. അപ്പൊ എന്നെ 2 ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ കണ്ടില്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ തന്നെ ചോദിക്കുമ്പോൾ എന്ത് പറ്റി ഇപ്പൊ കുറച്ച് ദിവസം എല്ലാം കണ്ടിട്ട്. അങ്ങനെ ഒരു ഇതാ. ഇപ്പൊ ദേപ്പൂട്ടിൽ പോവാത്ത കുറെ ആൾക്കാരുണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ. അപ്പൊ അവരോട് ഞാൻ പറയാണ്, ദിലീപേട്ടന്റെ ഓരോ മൂവി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ദേപ്പൂട്ടിൽ പോയാൽ മെനു മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു പുതിയ ഐറ്റം, ദിലീപേട്ടൻ്റെ പുതിയ റിലീസ്, ആ സിനിമയുടെ പേര് വെച്ചിട്ടാണ് അവിടെ ഐറ്റം. പുട്ട് മാത്രമെന്ന് പറഞ്ഞാലും പുട്ടിലൊരു 10,000 വെറൈറ്റി കാണും. ദിലീപേട്ടൻ്റെ മൂവീസിൻ്റെ പേരാണ് എല്ലാ പുട്ടിനും ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് താമസിയാതെ ഇപ്പോൾ ഈ 2 countries 2 പുട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഇന്റർകണക്ട് ചെയ്തിട്ട് 2 countries എന്ന് പറഞ്ഞിട്ടൊക്കെ ദിവസം പരീക്ഷണശാല വർക്ക് ചെയ്യുന്നുണ്ടോ? ആ ഐഡിയ ദിലീപേട്ടൻ്റെ ആണോ? ഈ ഓരോ ഇല്ല, അത് ചർച്ചകളിലൂടെ വന്നു. പിന്നെ അവര് തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ. സാറേ ഇന്ന് ഇങ്ങനെയാണ് 7 സുന്ദരാത്രികൾ. അപ്പൊ ഞാൻ ചോദിച്ചു 7 സുന്ദരാത്രികൾ നിങ്ങൾ എന്തൊക്കെയാണ്? അത് 7 ഡിഷ് വെച്ചിട്ടാണ് നമ്മൾ. അതൊക്കെ നമ്മുടെ ആളുകളെ തന്നെയാണ് അതിൽ നമ്മുടെ സ്റ്റാഫ്. പിന്നെ ദിലീപേട്ടൻ എത്ര നാളെ ദേപ്പൂട്ടി പോയിട്ടുണ്ട്? ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പോകും. പിന്നെ നമ്മൾ എറണാകുളത്ത് ഷൂട്ട് നടക്കുമ്പോൾ എനിക്ക് ഒരു 10-11 മണി വരെ ഇപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ നൈറ്റിൽ അതുവഴി കയറിയിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ച് കഴിച്ചു. എറണാകുളത്ത് ഷൂട്ട് ഉണ്ടെങ്കിൽ ഉച്ച സമയത്ത് കൂടുതലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും. കാരണം കലർപ്പില്ലാത്ത ആഹാരമല്ലേ. തീർച്ചയായിട്ടും. അല്ല കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവിടെ ഫ്രിഡ്ജില്ല, ഒരു സാധനം അങ്ങനെ അങ്ങനെയല്ല. പഴയ മീറ്റ് ഇങ്ങനെ ഫ്രിഡ്ജില് ഫ്രീസർ ഇങ്ങനെ ഫ്രീസറൊക്കെ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളും നാച്ചുറലി കുറച്ച് നേരം വെക്കുമ്പോൾ ഐസ്ക്രീം വെക്കണമെങ്കിൽ ഫ്രീസർ തന്നെ വേണം. ഒബ്വിയസ്ലി അങ്ങനെ മീറ്റ് ഒക്കെ വെക്കുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നമ്മളെ കൂടെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയത് ഇന്നത്തേക്ക് തന്നെ തീർക്കും. കാരണം നാളെ അത് വെച്ചിട്ട് നമ്മുടെ കഷ്ടകാലത്തിന് ഇപ്പൊ ഹെൽത്തിന് എല്ലാവരും വന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു മോശപ്പെട്ടൊരവസ്ഥ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് നമ്മുടെയും കൂടി ആയതുകൊണ്ട് പ്രത്യേക കെയർ വേണമെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് എല്ലാവർക്കും പോയിരിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ന്യൂ ജനറേഷന്റെ മേളാണ്. എവിടെ നോക്കിയാലും ന്യൂ ജനറേഷനാണ്. എന്ത് ഓണം വന്നാൽ പോലും ഓണ സദ്യയിലായിക്കോളും. സിനിമ പിന്നെ പറയുകയും വേണ്ട. എന്താ ദിലീപേട്ടൻ്റെ ഒപ്പീനിയൻ? ഇല്ല, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അത് ശരിക്കും മീഡിയാസിൻ്റെ ഒരു ക്രിയേഷനായിട്ടാണ്. കാരണം പുതിയ കാര്യത്തെക്കുറിച്ചൊക്കെ ശരിക്കും അത് ഓരോ കാലഘട്ടത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പം ശരിക്കും നമ്മൾ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമ അതുപോലത്തെ സിനിമയുടെ തുടക്കം തന്നെയാണ്. അത് കഴിഞ്ഞ് പല സിനിമകളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇടയിൽ. പക്ഷെ അത് തന്നെ നമുക്ക് സ്ഥിരം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കഴിഞ്ഞപ്പോൾ ഈ കൊല്ലം ചെയ്തപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ദിലീപ് വ്യത്യസ്തമായിട്ടുള്ള ലൈവ്ലി സിനിമകളൊന്നും ചെയ്യുന്നില്ല. അതെ, ദിലീപേട്ടൻ്റെ കുഞ്ഞിക്കൂനൻ, മായാമോഹിനി, പിന്നെ ചാന്തുപൊട്ട്, അപ്പൊക്കെ ദിലീപേട്ടൻ്റെ ക്യാരക്ടറിലുള്ള ആ ഒരു അത് ഡിഫറെൻ്റ് ആയിട്ട് അത് വൺസ് നമുക്ക് സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമകളും അതുപോലെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ
എനിക്ക് പിന്നെ അങ്ങോട്ട് ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പൊ ശരി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയ ഒപ്പീനിയനും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇതിലിത് റിയലിസ്റ്റിക് ആയിട്ട്, കാരണം നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ ലവ് 24x7 എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴും അത് റിയലിസ്റ്റിക് ഒരു ലവിന്റെ വേറൊരു വേർഷൻ പറഞ്ഞാണ്. പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് ആ തരത്തിലുള്ള സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സിനിമകൾ എന്റർടൈൻമെന്റ് സിനിമകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ചന്ദ്രേട്ടൻ നർമ്മത്തിൽ പൊതിഞ്ഞാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ലവ് 24 കൊച്ചു കൊച്ചു ചെറിയ രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിൽ നിന്ന് ജനം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 1-2 സിനിമകൾ മോശമായി എന്ന് പറയുമ്പോൾ അതിൽ ഡ്രൈനെസ് ഉണ്ട്, അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ അതിനെ നമ്മൾ ഉടനെ അത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ എന്ന് പറഞ്ഞ് തള്ളുന്നില്ല. കാരണം ഞാനും കൂടി ഓക്കെ പറഞ്ഞിട്ടാണല്ലോ സിനിമ നടക്കുന്നത്, അപ്പം ഞാനും അതിൽ ആൻസറബിളാണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സിനിമകൾ നമ്മൾ കേൾക്കുമ്പോൾ, ചില കഥകൾ കേൾക്കുമ്പോൾ ഗംഭീരമാവുമെന്ന് തോന്നുന്ന സാധനം ലാസ്റ്റ് എങ്ങനെയൊക്കെ ഫൈനലി വരുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ട് ഉണ്ടാവുന്ന സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ.